നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോ വിശ്വാസം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കൺട്രോൾ റൂമിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പിസ്റ്റൺ എന്താണ്, പിസ്റ്റണിലെ ലൈനർ എന്താണ്, ഈ അറ്റ്ലീസ്റ്റ് എല്ലാവരും കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളത് റിയൽ ആയിട്ട് എന്താണ് ആ ഒരു പിസ്റ്റൺ. നമ്മൾ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് ഒരു പിസ്റ്റൺ നമ്മളൊരു ടീ പോലൊരു സാധനം വരയ്ക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ പിസ്റ്റൺ വരയ്ക്കുന്നത്. അത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ആ പിസ്റ്റൺ അതിൻ്റെ ലൈനർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരും. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്ന ലൈനർ. അപ്പോൾ റിയൽ ലൈഫിൽ റിയൽ ആയിട്ട് ആ സാധനം എന്താണ്, എങ്ങനെയാണ് ആ സംഭവം നിൽക്കുന്നത്, ആ ഒരു ഷേപ്പ് സെയിം ആണ്, പക്ഷേ നമ്മൾ പടത്തിൽ വരയ്ക്കുന്ന ചെറിയൊരു ടീ പോലുള്ള സാധനമാണോ ആക്ച്വലി നമുക്കുള്ളതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് പിസ്റ്റൺ ലൈനർ ജസ്റ്റ് ഒന്ന് കാണാൻ പോകാം. ഓക്കെ, സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കാം, ആരും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂമിൻ്റെ അകം. ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരെല്ലാം കണ്ടിട്ടുള്ളതാണ്. അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ 2 ലൈനേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. സോ നമുക്ക് എന്താ ജസ്റ്റ് ലൈനറിൻ്റെ അടുത്തോട്ട് പോകാം. ഓക്കെ, നിങ്ങളുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ട് വരയ്ക്കുന്നൊരു സാധനമാണ് ഇത്രയും വലിയതായിട്ട് ഇരിക്കുന്ന ഒരു 2-3 പേരുടെ നീളം കാണാം എന്താണേലും. സോ 2-3 അല്ല, അതിൽ കൂടുതൽ കാണും മിക്കവാറും. സോ നല്ലൊരു ഹൈറ്റിൽ നല്ല ഒരു സാധനമാണ് നമ്മൾ ലൈനർ. സോ ഇതിനകത്തോട്ടാണ് നമ്മൾ പിസ്റ്റൺ വെക്കുന്നത്. സോ അത്യാവശ്യം എല്ലാം ഉണ്ട്. ഓൾറെഡി ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്, അത് 3 ലൈനേഴ്സ് ഉണ്ടായിരുന്നു. സോ കഴിഞ്ഞ പോർട്ടിൽ ഞങ്ങൾ ഒരെണ്ണം ട്രാൻസ്ഫർ ചെയ്തു. സോ ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. ഇതിനി ഏത് പോർട്ടിലാണെന്ന് ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല. സോ സാധനം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് തന്നെ വലിയൊരു മെനക്കാണ്. കാരണം ഇത്രയും നീളമുള്ള സാധനം ഇതിൻ്റെ മേളിലാണ് നമ്മളിതിൻ്റെ ഓപ്പണിംഗ് ഉള്ളത്, എഞ്ചിൻ റൂമിൻ്റെ മേളിൽ. സോ അങ്ങനെ ആകുമ്പോൾ കുറച്ച് പണിയാണ് അത് കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ ടീ പോലെ വരച്ച ഒരു പിസ്റ്റൺ. ഓക്കെ, നിങ്ങൾ നോക്കും പിസ്റ്റൺ ഇത്ര ഉള്ളത്, ഇത്രയല്ല, അതിൻ്റെ താഴോട്ട് ഇനിയും പോകുന്നുണ്ട് പിസ്റ്റൺ. നിങ്ങൾക്ക് ഞാൻ തന്നെ താഴോട്ട് പോയി കാണിച്ചാൽ നമുക്ക് ഈ ഒരു യൂണിറ്റ്സിലാണ് നമ്മുടെ ഈ ഒരു ലൈനറും പിസ്റ്റണും എല്ലാം ഉള്ളത്. ഓക്കെ, ഇതിനകത്താണ് നമ്മുടെ പിസ്റ്റൺ ഉള്ളത്. ബാക്കി കംപ്രഷൻ കാര്യങ്ങളൊക്കെ അതിനകത്താണ് നടത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്, ഞാൻ ഒത്തിരി വലിച്ച് നീട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ എടുത്തത്. നമുക്ക് ജസ്റ്റ് പിസ്റ്റൺ എവിടെ വരെ ഉണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇത് മെയിൻ എഞ്ചിൻ പ്ലാറ്റ്ഫോമാണ്. നമ്മളിതിന് തൊട്ട് താഴെയുള്ള പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ പിസ്റ്റൻ്റെ ബാക്കി പിസ്റ്റൺ റോഡാണ്. ഇത് ഓൾറെഡി എല്ലാം സെക്യൂർ ചെയ്ത് വെച്ചേക്കാണ്, ചെയിൻ ബ്ലോക്സൊക്കെ യൂസ് ചെയ്ത് ഫുൾ സെക്യൂർ ചെയ്ത് വെച്ചേക്കാണ്. കാരണം റോളിങ്ങും പിച്ചിങ്ങും ഒക്കെ വരുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് സെക്യൂർ ചെയ്തേക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പിസ്റ്റൺ. ഓക്കെ, സ്കാവഞ്ച് ഏരിയയാണ്, സ്കാവഞ്ച് ഡോറാണ് അതെല്ലാം. നമുക്കിനി താഴെ പോയാൽ അതിപ്പോൾ ഒത്തിരി ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് താഴോട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തത്. കാരണം റിയൽ ആയിട്ട് എങ്ങനെയാണ് ലൈനർ, എങ്ങനെയാണ് പിസ്റ്റൺ എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. സോ എന്നെ വീഡിയോ എന്തെങ്കിലും വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വേറെ എന്തെങ്കിലും കാര്യം ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടേക്ക്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ജസ്റ്റ് ജോയിൻ ചെയ്യുക. സോ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.